students, welcome back to our YouTube channel. So today we are going to start with the chapter patterns in mathematics. Okay, so actually what do you mean by a pattern? How you can define a pattern? Or can you please give me some examples of patterns? ഓക്കെ സോ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സുകളിൽ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ കേർട്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേർട്ടനൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു സർട്ടൈൻ ഡിസൈൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ആ എൻറ്റയർ കേർട്ടനിൽ അല്ലെങ്കിൽ ഡ്രസ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചില എൻറ്റയർ ഡ്രസ്സസിൽ ഒരു സർട്ടൈൻ പാറ്റേൺ ഒരു സർട്ടൈൻ ഡിസൈൻ ആണെങ്കിൽ ആ ഒരു സർട്ടൈൻ ഡിസൈൻ തന്നെയായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് എനിത്തിങ്. ഓക്കെ, എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അത് എന്തുമാകാം, എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ആകാം, ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ആകാം. അങ്ങനെ എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് എനിത്തിങ് ക്യാൻ ബി നെയിംഡ് ആസ് എ പാറ്റേൺ. ഒരു പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിവിടെ എന്താ പഠിക്കാനുള്ളത്? പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പാറ്റേൺസ് ദാറ്റ് ഒക്യൂസ് ഇൻ മാത്തമാറ്റിക്സ്, ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ ഒക്യൂർ ചെയ്യുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ചില സർട്ടൈൻ പാറ്റേൺസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പാറ്റേൺ മീൻസ് എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് എനിത്തിങ്. അപ്പോൾ എന്തിൻ്റെയും ഒരു റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മാത്സിലോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പം മാത്തമാറ്റിക്സിൻ്റെ ഫീൽഡ് നമ്മൾ ഈ പാറ്റേണിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദ സെയിം ഡെഫിനിഷൻ, എ റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആൻഡ് എനിത്തിങ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഇറ്റ് ക്യാൻ ബി എ നമ്പർ ഓർ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്സ് ലൈക്ക് ദാറ്റ്. അപ്പം മാത്തമാറ്റിക്സ് ആണല്ലേ. അപ്പം മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം മാത്തമാറ്റിക്സ് തന്നെ എന്താണ്, ഇറ്റ്സ് ഫുൾ ഓഫ് നമ്പേഴ്സ്, റൈറ്റ്? അപ്പം 1 2 3 അങ്ങനെ നമ്പേഴ്സിൻ്റെ ഒരു റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആകാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം മാത്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ ഷേപ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഷേപ്സിൻ്റെ ഒരു റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആകാം. ഓക്കെ, ഇങ്ങനെയുള്ള certain repeated arrangement of certain numbers or shapes or anything that follows a specific rule, that follows a specific certain rule or relationship. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്സിനാകുമ്പം അവിടെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഷേപ്സ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ സ്പെസിഫിക് റൂൾ അല്ലെങ്കിൽ ഒരു സർട്ടൈൻ സ്പെസിഫിക് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ടാകും, ഫോളോ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ സർട്ടൈൻ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഷേപ്സിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആയോടാ എന്താണ് പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള സർട്ടൈൻ നമ്പേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സർട്ടൈൻ ഷേപ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എ കോൺസെപ്റ്റ് ഓഫ് പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. അപ്പം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്? നമ്പേഴ്സിനകത്തുള്ള സർട്ടൈൻ പാറ്റേൺസിനെ പറ്റിയാണ്. സോ പാറ്റേൺ മീൻസ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് ഫോളോസ് എ സ്പെസിഫിക് സർട്ടൈൻ റൂൾ. ഓക്കെ, ഇനി ഈ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്ന ഈ റൂൾസ് എന്ന് പറയുമ്പം എന്താണ്? റൂൾസ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് സർട്ടൈൻ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ, അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് ഒരു സ്പെസിഫിക് എന്താണ് റിപ്പീറ്റഡ് അറേഞ്ച്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, നൗ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. പാറ്റേൺ ഓഫ് ഹോൾ നമ്പേഴ്സ്. പാറ്റേൺ ഓഫ് ഹോൾ നമ്പേഴ്സ് ഇതെന്താണ്? പാറ്റേൺസ് ഇൻ നമ്പേഴ്സിന് ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഏത് നമ്പേഴ്സിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്? സെറ്റ് ഓഫ് ഹോൾ നമ്പർ മീൻസ് സ്റ്റാർട്ടിങ് ഫ്രം 0, റൈറ്റ്? 0 1 2 3 4 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന നമ്പേഴ്സിനെ അല്ലേ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം 0 കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് 1 ദെൻ 2 3 4 അല്ലേ. അതായത് 1 ആഡ് ചെയ്ത് പോകുന്നത് പ്രിസീഡിങ് ഡിജിറ്റിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് ഡിജിറ്റ് കിട്ടുന്നത് അല്ലേ. നോക്കിയേ 0യോട് നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള 1 കിട്ടും അല്ലേ. ഇനി 1 ഈ കിട്ടിയ 1 നമ്മൾ അഗെയിൻ 1 ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് നമ്പർ 2.
നൗ ഈ കിട്ടിയ ടുവിനോട് എഗെയിൻ നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ 2 + 1 3. 3 is the next digit, right? Now ഈ 3യോട് എഗെയിൻ 1 ആഡ് ചെയ്യുമ്പോൾ we will get 4, the next digit. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു സീരീസ് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാണ് അല്ലേ. അതായത് ഈച്ച് ഡിജിറ്റ് ഈസ് ഇൻക്രീസിങ് ബൈ 1, റൈറ്റ്? ഈച്ച് ഡിജിറ്റ് ഈസ് ഇൻക്രീസിങ് ബൈ 1. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ആൻഡ് ആ റിപ്പീറ്റഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ സ്പെസിഫിക് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആ റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഈച്ച് preceding digit is added by 1 to get the next number. അല്ലേ, തൊട്ട് മുൻപിലുള്ള ഓരോ ഡിജിറ്റിനെയും 1 ആഡ് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെക്സ്റ്റ് നമ്പറിനെ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് റൂൾ ഒരു റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ നമ്പേഴ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ റൂൾസ് എന്ന് പറയുന്നത് എന്താകാം, സർട്ടൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആകാം. ലൈക്ക് ഈ പറഞ്ഞ പോലെ അഡീഷൻ വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ മൾട്ടിപ്ലിക്കേഷൻ വഴിയോ ഡിവിഷൻ വഴിയോ ആകാം നമ്മൾ ഈ നമ്പേഴ്സിനെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് പാറ്റേൺസ് ഇൻ നമ്പേഴ്സ്. ആൻഡ് വൺ എക്സാമ്പിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു, പാറ്റേൺസ് ഓഫ് ഹോൾ നമ്പേഴ്സ്. ഓക്കെ, നൗ നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കുന്ന നെക്സ്റ്റ് ടേം ആണ് നമ്പർ തിയറി. നമ്പർ തിയറി. ദെൻ വാട്ട് ഡു യു മീൻ ബൈ ദിസ് നമ്പർ തിയറി? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹോൾ നമ്പേഴ്സ് എന്താണെന്നുള്ളത് അല്ലേ. 0, 1, 2, 3 എന്നിങ്ങനെ പോകുന്ന ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയുന്നത്. ദെൻ നമ്പർ തിയറി ഈസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് ഹോൾ നമ്പേഴ്സ്. ഈ ഹോൾ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, നമ്പർ തിയറി എന്ന് പറയുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന നമ്മളുടെ ഫീൽഡിൽ, നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു സബ് ഡിവിഷൻ, ഒരു ബ്രാഞ്ചാണ് എന്ത്, ഈ നമ്പർ തിയറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. അവിടെ എന്താ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, ദാറ്റ് സ്റ്റഡീസ് പാറ്റേൺസ്. ഇതും എന്തിനെ പറ്റി തന്നെയാണ്, നമ്പർ തിയറിയും. ഇറ്റ്സ് അബൌട്ട് പാറ്റേൺ ഓൺലി. അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്പർ തിയറി, നമ്മുടെ ചാപ്റ്റർ എന്താണ്, പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് ആണ് അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ തിയറി എന്ന് പറയുന്ന ബ്രാഞ്ചിനെ പറ്റി ഇവിടെ പഠിക്കുന്നത്. ബിക്കോസ് ദിസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ പാറ്റേൺസ് ഇൻ വിച്ച് നമ്പർ സിസ്റ്റം, ഹോൾ നമ്പേഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഹോൾ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസ്, അതിനെ പറ്റിയുള്ള സ്റ്റഡീസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള മാത്തമാറ്റിക്സിലെ ബ്രാഞ്ച് ആണെന്ത്, നമ്പർ തിയറി. സോ ഇൻ എക്സാംസ് ദേ ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ പാറ്റേൺസ് ഇൻ ഹോൾ നമ്പേഴ്സ്? ദേ ക്യാൻ ആസ്ക് ലൈക്ക് ദിസ്, one word question. Then what is the branch? Number theory. Number theory is the branch which studies patterns in whole numbers. Clear? Okay. Now next word is number sequences. Number sequences. Okay, so number sequences are the most basic and fascinating type of patterns that mathematicians studies. Okay, mathematicians പഠിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സിസ്റ്റം ആണെന്ത്, നമ്പർ സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു 10 നമ്പർ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ആൻഡ് ദീസ് 10 നമ്പർ സിസ്റ്റംസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അവർക്ക് ഈച്ച് നമ്പർ സിസ്റ്റംസിനെ പറ്റിയും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ നമ്പർ സിസ്റ്റംസ് ആദ്യം എന്തൊക്കെയാണെന്നുള്ളത് 10 നമ്പർ സിസ്റ്റംസ് ഓർ നമ്പർ സീക്വൻസസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൻ്റെ 10 എക്സാമ്പിൾസാണ് പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ 6th ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 10 നമ്പർ സീക്വൻസസ് ആണ്. അപ്പോൾ ആ 10 നമ്പർ സീക്വൻസസ് നിങ്ങൾ എന്താണെന്നുള്ളത്, അതിൻ്റെ നെയിമും അതുപോലെ തന്നെ ആ ഏതാണ് ആ സെറ്റ് ഓഫ് പാറ്റേൺ എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ പാറ്റേൺ എന്താണെന്നുള്ളതും അതിൻ്റെ കറസ്പോണ്ടിങ് ആ പാറ്റേണിനെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ പാറ്റേൺസിന് റിലേറ്റഡ് ആയിട്ട് എന്തുണ്ട്, ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് നമ്പർ സീക്വൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് 1 1 1 1 1 എക്സെട്ര. സോ ഇറ്റ് ഈസ് നെയിംഡ് അസ്, ദിസ് സീക്വൻസ് ഈസ് നെയിംഡ് അസ് ഓൾ വൺസ്. എന്തുകൊണ്ട് അതിന് അങ്ങനെ പറയാൻ കാരണം, ഇതിലുള്ള ഓരോ ഡിജിറ്റ്സും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഈ നമ്പർ പാറ്റേണിനകത്തുള്ള അല്ലെങ്കിൽ ഈ നമ്പർ സീക്വൻസസിനകത്തുള്ള ഈച്ച് ഡിജിറ്റും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. സോ 1 is repeating, right? So this sequence is named as all ones. Okay, now the second sequence is given as 1 2 3 4 5 6 7 etc. Right? What is this? This is just like counting, right? We are counting, right? If 5 sweets are there, then we will count like 1 2 3 4 5, right? So we are counting, right? So this is a counting numbers. So we can name this number sequence as counting numbers. Now I hope it is clear, right? Okay, now the next sequence is odd numbers.
odd numbers. I think you already know what are this odd and even numbers. Then odd numbers sequence is 1, 3, 5, 7, 9, 11, etc. This is the odd number sequence. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം these number sequences, each number sequences are following specific certain rule. Okay, these rules I will explain later. Now you just focus on these number sequences and just their name. Okay, so in the next video we will describe how we will get this number sequences. What is the rule behind each of these number sequences, behind the formation of each of these number sequences. Okay, then നിങ്ങൾക്ക് ആ റൂൾസ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്ത് പറയാം, നെക്സ്റ്റ് നമ്പർ ഏതാണ് വരുന്നത്, നെക്സ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഏതായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഓഡ് നമ്പർ സീക്വൻസസ്. ദെൻ ഓഡ് കഴിഞ്ഞാൽ ദെൻ അടുത്ത ആരായിരിക്കും, ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് the number sequence is given as 2, 4, 6, 8, 10, etc. Clear? Now the next number sequence is triangular numbers. Triangular numbers. So triangular numbers, these sequences is given by 1, next digit is 3. Okay, then 6, 10, 15, 21, 28 and so on. So these set of numbers have a special name like triangular numbers. Clear? Okay. Now the next number system, sixth number system is squares. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിന് ട്രയാങ്കുലർ നമ്പേഴ്സ് എന്നും അതുപോലെ തന്നെ സ്ക്വയേഴ്സ്, ക്യൂബ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ നെയിം ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക, ഏതാണ് നമുക്ക് പഠിക്കാനുള്ള 10 നമ്പർ സീക്വൻസസ് എന്നുള്ളത് നോക്കുക. ആൻഡ് ഓരോ നമ്പർ സീക്വൻസസിനകത്ത് വരുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് സ്ക്വയേഴ്സ്. സ്ക്വയേഴ്സ് number sequence is given by 1, 4, 9, 16, 25, 36, 49, 64, etc. Squares. Okay, so these number sequences are named as squares. Okay, now next is cubes. Next number sequence is cubes. Okay, then cubes 1, 8, 27, 64, 125, 216, etc. So these are cubes. These number sequences are cubes. Now next is Virahanka numbers. ബാക്കിയെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു നെയിം നിങ്ങൾക്ക് സ്പെഷ്യൽ നെയിം ആയിരിക്കും അല്ലേ. സോ ഈ വിരഹങ്ക നമ്പേഴ്സിനെ തന്നെ നമുക്ക് വേറൊരു നെയിമിൽ പറയാം, Fibonacci sequence. So this is very important, Fibonacci sequence. Okay, so നെയിം കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് എന്താണ്, ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നമ്പർ സീക്വൻസസ് ആണ്. ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന നമ്പർ സീക്വൻസസ് ആണ്. നിങ്ങൾ എന്ത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഈ നമ്പർ സീക്വൻസസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള സ്പെസിഫിക് റൂൾസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ഹൗ വി ആർ പ്രൊനൗൺസിങ് ദിസ്, Virahanka numbers or Fibonacci sequence. Then what is the Fibonacci sequence or what is the Virahanka numbers? 1, 2, 3, 5, 8, 13, 21, etc. This continuous set of numbers is termed as Virahanka numbers. Okay, now the ninth set of numbers or number sequence is powers of 2. Then 1, 2, 4, 8, 16, 32, 64, etc. This set of numbers are termed under powers of 2. Then the last set of numbers or number sequences is powers of 3. Powers of 3 is given as 1, 3, 9, 27, 81, 243, 729, etc. These are powers of 3. Okay, so these are the 10 number sequences. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള നമ്പർ സീക്വൻസസ് 10 നമ്പർ സീക്വൻസസ് ഏതൊക്കെയാണ്? ഓൾ വൺസ്, കൗണ്ടിങ് നമ്പേഴ്സ്, ദിസ് ഇസ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ട്രയാങ്കുലർ നമ്പേഴ്സ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, വിരഹങ്ക നമ്പേഴ്സ്, പവേഴ്സ് ഓഫ് 2
ആൻഡ് ഫൈനലി പവേഴ്സ് ഓഫ് 3. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എങ്ങനെയാണ് ഈ നമ്പർ സീക്വൻസസ് ഫോം ചെയ്യുന്നതെന്നും എന്ത് റൂളിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ നമ്പർ സീക്വൻസസ് ഫോം ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ആ റൂൾസ് നമുക്ക് പഠിച്ചിട്ട് ആ റൂൾസ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്ന ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് നിങ്ങൾ ഇടുക. ഞാനതിന് റിപ്ലൈ മാക്സിമം തരാൻ വേണ്ടി ശ്രമിക്കാം. സോ താങ്ക് യു. ബൈ ബൈ.